സോ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x + 17 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ, അതോ ജസ്റ്റ് ഇൻക്രീസിംഗ് ആണോ, ഡിക്രീസിംഗ് ആണോ എന്ന് ചോദിച്ചേക്കാം. നമുക്ക് നോക്കാം. ഞാൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പറ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? 3x ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും, 17 കോൺസ്റ്റന്റ് 0. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അതായത് സ്ലോപ്പ് എപ്പോഴും എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെ. അത് എപ്പോഴും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എപ്പോഴും എന്തായിട്ട് തന്നെ നിൽക്കുക? 3 ആയിട്ട് തന്നെ നിൽക്കുക. അതൊരു പോസിറ്റീവ് വാല്യൂ. ഇത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ എന്നായാലും ഫംഗ്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും എന്താ? 0 വലുതായിരിക്കും. അതെന്തായിരിക്കും? 3 ആയിരിക്കും. അതായത് അതിൻ്റെ മീനിങ് എന്താ? എക്സിന് നീ ഏത് വാല്യൂ കൊടുത്തോ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്തേ ഉള്ളൂ? ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാം ഇതെന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും. ഇതെന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും ഈ ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, സോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഓക്കെ, ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ലായിരുന്നെങ്കിലോ എപ്പോഴെങ്കിലും എഫ് ഡാഷ് ഓഫ് എക്സിന് 0 വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടേനെ. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴായാലും നമുക്കറിയാം അതെന്താ കിട്ടിയത്? 2x -4 എന്നാണ് കിട്ടിയത് എഫ് ഡാഷ് ഓഫ് എക്സ്. നമുക്കറിയാം എക്സിന് 2 എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ അത് എന്തോ മിനിമത്തിലോ മാക്സിമത്തിലോ എന്തോ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്? പിന്നെ ഇൻക്രീസ് ചെയ്ത് പോകാൻ പോകുന്നത്. 2ന് ശേഷം 2 കഴിഞ്ഞിട്ടുള്ള പോയിന്റുകളിലെല്ലാം അതെന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അതെന്തല്ല? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല. കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. എൻ്റെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. പക്ഷേ 2ന് ശേഷം ആ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് പറയാം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത എക്സാമ്പിൾ അല്ലേ, നമ്മൾ കണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ ഇവിടെ പക്ഷേ എന്താ? ഇവിടെ കണ്ടീഷൻ എന്താ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ആൾവേസ് പോസിറ്റീവ് ആണ്. സോ എന്തായിരിക്കും? ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. ഓക്കെ.